ഇനി നമുക്ക് ഒന്ന് രണ്ട് ടിപ്പണി നോക്കാം. ഷോർട്ട് നോട്ട്, 5 മാർക്കിനൊക്കെയുള്ള ഷോർട്ട് നോട്ടാണ്. व्याकरणिक प्रयोग के आधार पर शब्दों का वर्गीकरण. വ്യാകരണിക് പ്രയോഗ്, വ്യാകരണവുമായി ബന്ധപ്പെട്ട് വാക്കുകൾ എങ്ങനെ ക്ലാസിഫിക്കേഷൻ നടത്താം. व्याकरणिक प्रयोग के आधार पर पाणिनि ने शब्दों के 3 भेद बताए हैं. വ്യാകരണ പ്രയോഗം അനുസരിച്ച് സാൻസ്ക്രിറ്റ് വ്യാകരണ പണ്ഡിതൻ പാണിനി വാക്കുകളെ 3ആയിട്ട് തരംതിരിച്ചു. ഒന്ന് സുബന്ത്, മറ്റൊന്ന് തിടന്ത് और അവ്യയ്, മൂന്നാമത്താണ് അവ്യയ്. യാസ്കിനെ 4 ഭേദ് ബത്തായെ. യാസ്ക് എന്ന് പറയുന്ന അമേരിക്കൻ ഭാഷാശാസ്ത്രജ്ഞൻ വാക്കുകൾ 4 തരമുണ്ടെന്ന് പറയുന്നു. നാം, ആഖ്യാത്, ഉപസർഗ്, നിപാത്. പാശ്ചാത്യ വൈയാകരണനെ 8 ബത്തായെ. എന്നാൽ പാശ്ചാത്യ വ്യാകരണ കർത്താക്കൾ 8 തരം വാക്കുകളുണ്ടെന്ന് പറയുന്നു. ഇത് ഇംഗ്ലീഷിൽ നമ്മൾ ഈ വാക്കുകളാണ് ഉപയോഗിക്കുക. നൗൺ, പ്രോനൗൺ എന്ന് പറഞ്ഞിട്ട് പാർട്സ് ഓഫ് സ്പീച്ച് ഉണ്ട്. ഹിന്ദിയിൽ തന്നെ സംജ്ഞ, സർവനാം, വിശേഷൻ, ക്രിയ, ക്രിയാവിശേഷൻ, സംബന്ധ ബോധക്, സമുച്ചയ ബോധക് और വിസ്മയാദി ബോധക്. നേരത്തെ അത് വേറെ 1-2 ചെറിയ വ്യത്യാസങ്ങളിലാണ് ഈ പേരുകൾ വന്നു. ഈ സമുച്ചയബോധക്കിന് വരെ യോജകെന്ന് വന്നു. വിസ്മയാദി ബോധക്കിന് ദ്യോതക്കെന്നോ അങ്ങനെ പറഞ്ഞിട്ടൊരു വാക്കാണ് മുകളിൽ കണ്ടത്. ഇതെല്ലാം ഒന്ന് തന്നെ, പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറയും. അടുത്ത പരിവർത്തൻ യാ രൂപാന്തർ കെ അനുസാർ ശബ്ദ ഭേദ്. ചില വാക്കുകൾക്ക് മാറ്റം വരും. അപ്പോൾ അങ്ങനെ ആ പരിവർത്തനം, അതിന് മറ്റൊരു പേരാണ് രൂപാന്തരം, രൂപ പരിവർത്തനം. ഇതിനെ ആസ്പദമാക്കി വാക്കുകൾ എത്ര എണ്ണം ഉണ്ട്. परिवर्तन या रूपांतर के अनुसार शब्द के 2 भेद है, വികാരി ശബ്ദ് और അവികാരി ശബ്ദ്. വികാരി ശബ്ദം എന്ന് പറഞ്ഞാൽ ചേഞ്ച് വരുന്ന വാക്കുകൾ. ഇപ്പം പുല്ലിംഗ സ്ത്രീലിംഗത്തിൽ നോക്കൂ. ഇപ്പം അച്ഛ എന്നുള്ള വാക്ക്, അച്ഛ അഡ്ജക്റ്റീവാണ്. അത് അച്ഛ ലഡ്ക എന്ന് പറയും, അച്ചി ലഡ്കി എന്ന് പറയും, അച്ഛേ ലഡ്ക എന്ന് പറയും. അത് വികാരിയാണ്. എന്നാൽ അവികാരി ശബ്ദമാണെങ്കിൽ ആ മാറ്റമൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നോക്കൂ, ഔർ എന്നുള്ള വാക്ക്, ഔർ, അത് രാജു ഔർ കൃഷ്ണ എന്ന് പറഞ്ഞാലും ഔർ തന്നെ ചേർക്കുക. രാജു ഔർ റാണി എന്ന് പറഞ്ഞാലും ഔർ തന്നെ ചേർക്കുക. അപ്പം മാറ്റമൊന്നും വരില്ല. ലിംഗ്, വചൻ, കാരക് और पुरुष के कारण जिन शब्दों में रूपांतर हो उन्हें विकारी शब्द कहते हैं. പുല്ലിംഗ, സ്ത്രീലിംഗ, ഏകവചനം, ബഹുവചനം, കാരക്, പുരുഷ് ഇവ കാരണം ഉത്തമ പുരുഷ്, മധ്യമ പുരുഷ് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ, അതാണ് പുരുഷൻ എന്ന് പറയുക. ഇക്കാരണത്താൽ ചില വാക്കുകളിൽ രൂപാന്തരം ഉണ്ടാവും, ചേഞ്ച് വരും. അവയാണ് വികാരി വാക്കുകളെന്ന് പറയുക. സംജ്ഞ, സർവനാം, വിശേഷൻ और ക്രിയ വികാരി ശബ്ദ. നൗണ്, പ്രോനൗണ്, അഡ്ജക്റ്റീവ്, വെർബ്, ഇതൊക്കെ വികാരി ശബ്ദമാണ്. ഇപ്പം പഠിത്താഹെ എന്ന് പറയുന്നു, അത് പഠിത്തീഹെ എന്നാവും അല്ലേ. വിശേഷം നോക്കൂ, അച്ഛ എന്നുള്ള വാക്ക് അച്ചി എന്നായി. അതുപോലെ സർവനാമത്തിന് മാറ്റം വരും. യഹ് പ്ലസ് ക, ഇസ്കാന്ന് മാറ്റം വന്നു. നൗണിന്, അങ്ങനെ എല്ലാത്തിനും എന്ത് ചെയ്യും, ഈ 4 എണ്ണത്തിനും മാറ്റം വരും. അങ്ങനെയുള്ളതിനാണ് വികാരി ശബ്ദം പറയുക. എന്നാൽ ലിംഗ്, വചൻ, കാരക് और पुरुष के कारण जिन शब्दों में रूपांतर न हो, മാറ്റമേ വരില്ല, ഉനെ അവികാരി ശബ്ദ कहते हैं. അവയെ അവികാരി ശബ്ദം എന്നാ പറയുക. ക്രിയാവിശേഷൻ അവികാരി ശബ്ദമാണ്. അപ്പം ധീരേ, ധീരേ എന്ന് പറയുന്നത് ക്രിയാവിശേഷനാണ്, ക്രിയകളെ വിശേഷിപ്പിക്കുന്ന വാക്ക്. ആ ധീരേ, ധീരേ എന്നുള്ളത് ഒരിക്കലും മാറില്ല. ഏത് വാക്യത്തിൽ, പുല്ലിംഗത്തിലാണെങ്കിലും സ്ത്രീലിംഗത്തിലാണെങ്കിലും ഒക്കെ ധീരേ, ധീരേ എന്നേ പറയുള്ളൂ. അതുപോലെ സംബന്ധബോധക്കുണ്ട്. സംബന്ധബോധകം എന്ന് പറയുമ്പോൾ 2 വാക്യങ്ങളെ തമ്മിൽ യോജിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്ന വാക്ക്. കി, അഗർത്തോ, യദീത്തോ അല്ലേ, ഇതൊക്കെ സംബന്ധബോധക്കാണ്, മാറ്റം വരാത്ത വാക്കുകളാണ്. അതുപോലെ സമുച്ചയബോധക് അല്ല, സംബന്ധബോധം എന്ന് പറയുമ്പോൾ കാ, കെ, കി, അതിൽ ബന്ധിപ്പിക്കുന്ന വാക്ക് കാ, കാ എന്നുള്ള വാക്ക്,
അതുപോലെ സമുച്ചയബോധക്കാണ് ഞാൻ പറഞ്ഞ 2 വാക്യങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നത്. വിസ്മയാദി ബോധക്കാകുമ്പോഴത്തേക്ക് വിസ്മയാദി ബോധക്ക് എക്സ്ക്ലമേഷൻ വാക്കുകൾ, ഇതൊക്കെ അവികാരിയാണ്, ഇതിനൊന്നും മാറ്റം വരില്ല. അതാണ് അടുത്ത മറ്റൊരു ടിപ്പണി. കോഷ് വിഗ്യാൻ എന്നാണ്. കോഷ് വിഗ്യാൻ ഡിക്ഷണറി. കോഷ് എന്ന് പറഞ്ഞാൽ ഡിക്ഷണറി ആണല്ലോ. അതൊരു സയൻസായിട്ട് ഭാഷാശാസ്ത്രജ്ഞന്മാർ സങ്കല്പിച്ചിരിക്കുന്നു. അതാണ് കോഷ് വിഗ്യാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഏക് ഭാഷാ ഭാഷി ജബ് ദൂസരി ഭാഷാക്കെ സമ്പർക്ക് മേ ആത്തെ ഹെ. ഒരു ഭാഷാഭാഷി, ഒരു ഭാഷ സംസാരിക്കുന്ന ആൾ മറ്റൊരു ഭാഷ സംസാരിക്കുന്ന ആളുമായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ തഭി കോശോങ്കി ആവശ്യകത പടുത്തി ഹെ. മറ്റൊരു ഭാഷ സംസാരിക്കുന്ന ആളല്ല, മറ്റൊരു ഭാഷയുമായിട്ട് ബന്ധം സ്ഥാപിക്കുമ്പോൾ നമുക്ക് ഡിക്ഷണറി ആവശ്യമായിട്ട് വരുന്നു. സമാജ് കെ വികാസ് കെ സാത്ത് ഭിന്ന ഭിന്ന ഭാഷാവും കെ ബീച്ച് സമ്പർക്ക് ഹുവ. സമൂഹത്തിൻ്റെ ഡെവലപ്മെൻറ്റിനോടൊപ്പം, സമൂഹം വികസിക്കുന്നതോടൊപ്പം വ്യത്യസ്ത ഭാഷകൾക്കിടയിൽ ഒരു കണക്ഷൻ ഉണ്ടാവുക സ്വാഭാവികമാണ്. ലിപി കാ വികാസ് ഹുവ അല്ലേ, ഭാഷകൾക്ക് മറ്റുള്ള ഭാഷകളോട് സമ്പർക്കം ഉണ്ടായി, ലിപി ഡെവലപ്പ് ചെയ്തു വന്നു. ദ്വിഭാഷി കോശോങ്ക നിർമ്മാൺ ഹുവ. അതിൻ്റെ ഫലമായിട്ട് 2 ഭാഷയിലുമുള്ള കോശങ്ങൾ, ഹിന്ദി ആണെങ്കിൽ അതിൻ്റെ കൂടെ ഇംഗ്ലീഷോ അല്ലെങ്കിൽ മലയാളമോ, അല്ലെങ്കിൽ മലയാളം ഡിക്ഷണറി ആണെങ്കിൽ ചിലപ്പോൾ ഹിന്ദി വാക്കായിരിക്കാം, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഡിക്ഷണറി ആണെങ്കിൽ അതിൻ്റെ കൂടെ ഹിന്ദിയോ മലയാളമോ ഒക്കെ കാണും. അതാണ് ദ്വിഭാഷി കോഴ്സ് എന്ന് പറയുമ്പോൾ. അങ്ങനെയുള്ള ഡിക്ഷണറികൾ നിർമ്മിക്കപ്പെട്ടു. ഏക് തരഫ് കോഷ് നിർമ്മാൺ കെ സിദ്ധാന്തം നിർദ്ധാരിത ഹുയെ. ഒരു വശത്ത് ഒരു ഡിക്ഷണറി എങ്ങനെ തയ്യാറാക്കാം, അതിന് ചില തത്വങ്ങളുണ്ട്. ആ തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് ആദ്യം നിശ്ചയിക്കപ്പെട്ടു. അവർ കോശ് വിഗ്യാൻ കാ വികാസ് ഹുവ. അങ്ങനെയാണ് എന്താണ് ഡിക്ഷണറി ശാസ്ത്രം ഡെവലപ്പ് ചെയ്തു വന്നത്. ദൂസരി ഓർ സിദ്ധാന്തവും കെ അനുസാർ കോശ് ബന്നെ ലഗെ. മറുഭാഗത്ത് സിദ്ധാന്തങ്ങൾ അനുസരിച്ച് കോശ് നിർമ്മാണത്തിനുള്ള ചില തത്വങ്ങളുണ്ടല്ലോ, ആ തത്വങ്ങളെ ആസ്പദമാക്കിയിട്ട് കോശ് ബന്നെ ലഗെ, ഡിക്ഷണറികൾ ഉണ്ടാവാൻ തുടങ്ങി. അവർ കോഷ് കലാക്ക വികാസ് ഹുവ. അങ്ങനെ കോഷ് കല, ഡിക്ഷണറി തയ്യാറാക്കുന്ന ആ ഒരു ആർട്ട്, അതെല്ലാവർക്കും സാധിക്കുന്ന കാര്യമല്ല, അത് ഡെവലപ്പ് ചെയ്തു വന്നു. പുസ്തക കോഷ്, വ്യക്തികോഷ്, ഭാഷാകോഷ്, വർണ്ണനാത്മക കോഷ്, ഐതിഹാസിക കോഷ്, പാരിഭാഷിക കോഷ്, പര്യായ കോഷ്, മുഹാവര और ലോകോക്തി കോഷ്, ബഹുഭാഷാ കോഷ് ആദി കോശോങ്കെ പ്രകാർ. ഇങ്ങനെ പലതരത്തിലുള്ള ഡിക്ഷണറികളുണ്ടെന്നാണ്. സാഹിത്യ के आधार पर बनने वाले कोशों में ഗ്രന്ഥവും കോ ദേഖന കാഫി ഹോത്താ ഹെ. ഇപ്പോൾ സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെയുള്ള ബന്നെ വാലെ കോശോമേ ഗ്രന്ഥോ കോ ദേഖന കാഫി ഹോത്താ ഹെ. അത്തരത്തിലുള്ള കോശങ്ങളെ നോക്കിയാൽ നമുക്ക് ഗ്രന്ഥങ്ങളെ പറ്റി മനസ്സിലാക്കാൻ പറ്റും. ആ ഗ്രന്ഥങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. കോശോമേ ശബ്ദോം കാ ക്രം കൈസേ ഹോ. ഒരു ഡിക്ഷണറിയിൽ വാക്കുകളുടെ ക്രമം എങ്ങനെയായിരിക്കണം? വർണ്ണാനുക്രം ഹോ, അത് അക്ഷരമാല ക്രമത്തിലായിരിക്കണം. വിഷയാനുക്രം ഹോ, വിഷയത്തിനനുസരിച്ചായിരിക്കണം. ആദി ബാത്തോങ്ക നിർണയ കർണ ഹോത്താ ഹെ. തുടങ്ങിയ കാര്യങ്ങളെ തീരുമാനിക്കേണ്ടതും ആവശ്യമാണ്. അല്ല കിട്ടിയ പാടെ അങ്ങോട്ട് ഡിക്ഷണറി എഴുതുകയല്ല. വാക്കുകളെ എങ്ങനെ ക്രമപ്പെടുത്തണം, അതിലുള്ള വർണ്ണം എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, അക്ഷരങ്ങളെ എങ്ങനെ ക്രമപ്പെടുത്തണം, വിഷയങ്ങളെ എങ്ങനെ ക്രമപ്പെടുത്തണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെപ്പറ്റി ആദ്യം ഒരു തീരുമാനത്തിലെത്തണം. കുച്ച് കോശോं में हर शब्द का उच्चारण कठिन शब्दों के लिए चित्रों द्वारा अर्थ, कुछ शब्दों के विशेष प्रयोग आदि का उल्लेख होता है. ചില നല്ല നല്ല ഡിക്ഷണറികളിൽ ഓരോ വാക്കിൻ്റെ ഉച്ചാരണം കൊടുത്തിട്ടുണ്ടാവും. കഠിനമായിട്ടുള്ള വാക്കുകൾക്ക് ചിത്രങ്ങൾ മുഖേന അർത്ഥം കൊടുത്തിട്ടുണ്ടാവും. കഠിനമായിട്ടുള്ളൊരു വാക്ക് പക്ഷെ അതിന് ചിത്രം കാണിച്ചിട്ട് അതിൻ്റെ അർത്ഥം കൂടെ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ചില വാക്കുകളുടെ പ്രത്യേക പ്രയോഗങ്ങൾ, ചില വാക്കുകൾ ചില സന്ദർഭത്തിൽ ഇങ്ങനെയും പ്രയോഗിക്കാം എന്നുള്ള പ്രത്യേക പ്രയോഗങ്ങൾ, ഇതിനെയൊക്കെ പറ്റി ചില ഡിക്ഷണറികളിൽ പരാമർശിച്ചിട്ടുണ്ട്. അച്ഛേ അച്ഛേ കോശോമേ മുഖ്യ ശബ്ദോങ്കി വ്യുത്പത്തി ഭി ദീ ജാത്തി ഹെ. നല്ല നല്ല ഡിക്ഷണറികളിൽ വാക്കുകളുടെ പ്രധാനപ്പെട്ട വാക്കുകൾ എവിടെ നിന്നുണ്ടായി എന്നുകൂടി കൊടുത്തിട്ടുണ്ടാവും. സമാനാകാർ ശബ്ദ് പര്യായ് ആദി കാ വിശേഷ ധ്യാൻ രഖിക്കർ കോഷ് തയ്യാർ കിയേ ജാത്തെ ഹെ. അതുപോലെ സമാനാകാർ ശബ്ദം, ഒരേ ആകൃതിയിലുള്ള വാക്കുകൾ,
ആം, കാം കണ്ടില്ലേ, അങ്ങനെ സമാനാകൃതിയിലുള്ളതാണ്. അതുപോലെ പര്യായ വാക്കുകൾ, പര്യായ വാക്ക് എന്ന് പറയുമ്പോൾ സൂര്യൻ എന്ന് കൊടുത്തിട്ടുണ്ട്, അതിനെത്ര എന്തെല്ലാം പര്യായങ്ങളുണ്ടോ, അർക്കൻ, ദിവാകരൻ, ഇതൊക്കെ പകലോൺ, ഇതൊക്കെ സൂര്യൻ്റെ പര്യായങ്ങളാണ്. ഇതിനൊക്കെ പ്രത്യേക ശ്രദ്ധ കൊടുത്തുകൊണ്ട് ഡിക്ഷണറികൾ തയ്യാറാക്കപ്പെടുന്നുണ്ട്. संक्षेप में कहें तो അല്ലെങ്കിൽ संक्षेप में कोश निर्माण में उपयोगिता का महत्वपूर्ण സ്ഥാൻ होता है. ചുരുക്കി പറഞ്ഞാൽ കോശ നിർമ്മാണത്തിൽ ഉപയോഗത്തിനാണ് പ്രധാനപ്പെട്ട സ്ഥാനമുള്ളത്. ആ ബുക്ക് എത്രത്തോളം മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആണ്, അതിനാണ് ഏറ്റവും കൂടുതൽ മഹത്വം കൊടുക്കേണ്ടത്. അടുത്ത വ്യുത്പത്തി ശാസ്ത്ര, എറ്റിമോളജി എന്നാണ് എൻ്റെ ഇംഗ്ലീഷ് കൊടുത്തേക്കുന്നത്. व्युत्पत्ति शास्त्र में वस्तुतः ध्वनि विज्ञान, शब्द विज्ञान और अर्थ विज्ञान का सम्मिलित प्रयोग होता है. വ്യുത്പത്തി ശാസ്ത്രത്തിൽ യഥാർത്ഥത്തിൽ ധ്വനികളെ പറ്റിയുള്ള ശാസ്ത്രം, ധ്വനിശാസ്ത്രം, വാക്കുകളുടെ വേഡോളജി ഇന്നലെ വന്നതാണത്. അതൊരു അർത്ഥവിജ്ഞാൻ, അർത്ഥവുമായിട്ട് ബന്ധപ്പെട്ട ശബ്ദവിജ്ഞാൻ, അർത്ഥവിജ്ഞാൻ, വേഡോളജി അല്ലേ, ഇവിടെ മീനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രം, ഇതിനൊക്കെ സമ്മിളിത പ്രയോഗ ഹോത്ത, ഇതൊക്കെ ഈ വ്യുത്പത്തി ശാസ്ത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇൻ തീനോं के आधार पर भाषा के प्रत्येक शब्द की उत्पत्ति, विकास या इतिहास का विचार किया जाता है. ഈ മൂന്നിനെയും ആസ്പദമാക്കി, അതായത് ധ്വനിവിജ്ഞാൻ, ശബ്ദവിജ്ഞാൻ, അതുപോലെ അർത്ഥവിജ്ഞാൻ, ഇതിനെ മൂന്നിനെയും ആസ്പദമാക്കി ഭാഷയിലുള്ള ഓരോ വാക്കിൻ്റെയും ഉൽപ്പത്തി, അതെങ്ങനെ എങ്ങനെ ഉണ്ടായി, അങ്ങനെ ഇത് ഡെവലപ്പ് ചെയ്തു, പിന്നെ അല്ലെങ്കിൽ അതിൻ്റെ ചരിത്രം, ഇതിനെപ്പറ്റിയൊക്കെ വിലയിരുത്താറുണ്ട്. व्युत्पत्ति शास्त्रीय अध्ययन के सहारे किसी भाषा विशेष के विषय में किसी एक समय में कितने प्रतिशत शब्द अपने हैं और कितने प्रतिशत गृहीत है, इस बात का पता लगाया जा सकता है. ഈ വ്യുത്പത്തി ശാസ്ത്രീയ അധ്യയനത്തിലൂടെ, വ്യുത്പത്തി ശാസ്ത്രത്തെ പറ്റി പഠിക്കുന്നതിലൂടെ ഏതെങ്കിലും ഒരു വിശേഷപ്പെട്ട ഭാഷയെ സംബന്ധിച്ചുള്ള ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ, ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഷയിൽ ഏക സമയമേ കിത്തനെ പ്രതിശത ശബ്ദപ്പനേഹെ, ഒരു സമയത്ത് എത്ര ശതമാനം വാക്കുകൾ സ്വന്തമായിട്ടുണ്ട്. ഇപ്പം ഭക്തികാലം എടുത്തു നോക്കിയാൽ ഭക്തികാലത്തിൽ സ്വന്തമായിട്ട് എത്ര വാക്കുകളുണ്ട്. കിത്തനെ പ്രതിശത് ഗൃഹീത് ഹേ, എത്ര ശതമാനം വാക്കുകൾ മറ്റു ഭാഷയിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഗൃഹീത് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കപ്പെട്ടു. ഇസ് ബാത്ത് കാ പതാ ലഗായ ജാ സക്താ ഹെ, ഇക്കാര്യത്തെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കിസി ശബ്ദ കി വ്യുത്പത്തി ദേനെ സെ പൂർവ്, ഒരു വാക്കിൻ്റെ ഉത്ഭവത്തെ പറ്റി പറയുന്നതിന് മുമ്പ് ശബ്ദ കെ രൂപ്, അർത്ഥ്, പ്രയോഗ് व इतिहास का पूरा ज्ञान प्राप्त करना अति आवश्यक है. ഏതെങ്കിലും ഒരു വാക്കിൻ്റെ ഉത്പത്തി കൊടുക്കുന്നതിന് മുമ്പ് തന്നെ വാക്കുകളുടെ രൂപങ്ങൾ, അർത്ഥം, പ്രയോഗം, ചരിത്രം, ഇതിനെപ്പറ്റിയുള്ള പൂർണ്ണ അറിവ് നേടിയെടുക്കേണ്ടതും അത്യധികം ആവശ്യമാണ്. വാക്കുകൾ എങ്ങനെ ഉണ്ടായി എന്ന് മാത്രമല്ല, ആ വാക്കിൻ്റെ രൂപം എങ്ങനെയാണ്, അതിൻ്റെ അർത്ഥം എന്താണ്, പ്രയോഗം എവിടെയൊക്കെയാണ് അത് പ്രയോഗിക്കാൻ പറ്റുക, അതിൻ്റെ ഹിസ്റ്ററി എന്താണ്, ഇതിനെപ്പറ്റിയുള്ള എല്ലാ അറിവും നമുക്ക് കിട്ടണം. व्युत्पत्ति शास्त्र के आधार पर किसी भाषा के शब्दों की संपूर्ण जीवनी देकर उस भाषा का सुंदर कोश तैयार कर सकते हैं. വ്യുത്പത്തി ശാസ്ത്രം അടിസ്ഥാനപ്പെടുത്തി ഏതെങ്കിലും ഒരു ഭാഷയിലുള്ള വാക്കുകളെ പൂർണ്ണമായിട്ടും, അതിൻ്റെ എല്ലാ വാക്കുകൾക്കും പൂർണ്ണമായിട്ടുള്ള ഒരു ജീവനി കൊടുത്തിട്ട്, എല്ലാ വാക്കുകളുടെയും സമ്പൂർണമായിട്ടുള്ള ഒരു ബയോഡേറ്റ തയ്യാറാക്കിയിട്ട്, എല്ലാ വാക്കുകളുടെയും വിവിധ വശങ്ങളെ പറ്റിയുള്ള ചാർട്ട് തയ്യാറാക്കിയിട്ട് ഉസ് ഭാഷാ കാ സുന്ദർ കോഷ് തയ്യാർ കർ സക്തേ ഹെ, ആ ഭാഷയെ പറ്റിയുള്ള സുന്ദരമായിട്ടുള്ള ഒരു ഡിക്ഷണറി തയ്യാറാക്കാൻ സാധിക്കും. इससे समाज विज्ञान और नरविज्ञान संबंधी कई गुत्थियां भी सुलझ जाती है. ഇതിലൂടെ നമുക്ക് സമൂഹശാസ്ത്രം, സോഷ്യോളജി, അതുപോലെ നർവിജ്ഞാൻ സംബന്ധി കൈകുത്തിയ, നരവംശാസ്ത്രം എന്ന് പറയില്ലേ, അതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രശ്നങ്ങളെ നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിക്കും. യഹ് ശാസ്ത്രത്തിന കഠിൻ ഹേ, ഈ വ്യുത്പത്തി ശാസ്ത്രം എന്ന് പറയുന്നത് വളരെ
കഠിനമായിട്ടുള്ള ഒന്നാണ്. कि इस दिशा में किसी भी ഭാഷാ में बहुत कम ही काम हुआ है. ഈ ഒരു രീതിയിൽ അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഏതെങ്കിലും ഒരു ഭാഷയിൽ വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അപ്പം വ്യുത്പത്തി ശാസ്ത്രം ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യം ആയതുകൊണ്ട് ഏതൊരു ഭാഷയിലും വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഈ മേഖലയിൽ ചെയ്തിട്ടുള്ളൂ. ടിപ്പണിയെല്ലാം കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മൾ അർത്ഥവിജ്ഞാൻ, ശബ്ദവിജ്ഞാൻ ഒക്കെ പഠിച്ചതുപോലെ അടുത്തത് വാക്യവിജ്ഞാൻ. അല്ലെങ്കിൽ വാക്യവുമായി ബന്ധപ്പെട്ട ശാസ്ത്രം. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് എന്താണെന്ന് നോക്കാമല്ലോ. വാക്യവിജ്ഞാൻ എന്നുള്ളതിന് സിൻഡക്സ് എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. വാക്യവിജ്ഞാൻ വാക്യവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. വാക്യ കി പരിഭാഷ ദേക്കർ വാക്യവിജ്ഞാൻ കെ മഹത്വ പർ പ്രകാശ് ഡാലി. 2 ചോദ്യമാണ്. എന്താണ് വാക്യം? അതിനൊരു ഡെഫിനിഷൻ കൊടുക്കുക. നമ്മൾ സാധാരണ സെൻറ്റൻസ് പറയില്ല, ആ സെൻറ്റൻസിന് ഒരു ഡെഫിനിഷൻ കൊടുത്തുകൊണ്ട് വാക്യവിജ്ഞാൻ്റെ महत्वത്തെപ്പറ്റി വെളിച്ചം വീശുക. भाषा का मुख्य प्रकार्य विचार विनिमय का है और वाक्यों द्वारा ही संभव होता है. ഭാഷയുടെ പ്രധാനപ്പെട്ട പ്രവർത്തനം, ഉദ്ദേശം എന്താണ്? ആശയവിനിമയത്തിൻ്റേതാണ്. വാക്യത്തിലൂടെ മാത്രമേ നമുക്ക് ആശയവിനിമയം ഏറെക്കുറെ സാധിക്കുകയുള്ളൂ. നമുക്ക് ചില വാക്കുകളിലൂടെ ആശയവിനിമയം നടത്താം, പക്ഷെ വാക്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പൂർണ്ണമായിട്ടും ആശയവിനിമയം നടത്താൻ പറ്റുള്ളൂ. അതഹ ഭാഷാ കാ സബ്സെ അധിക് സ്വാഭാവിക और महत्वपूर्ण अंग वाक्य ही होता है. അതുകൊണ്ട് ഭാഷയിലെ ഏറ്റവും കൂടുതൽ സ്വാഭാവികമായിട്ടുള്ളതും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്, ഭാഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ഏത്? വാക്യം. ഭാവോं को व्यक्त करने की दृष्टि से शब्दों का वह समूह जो अपने आप में पूर्ण है वाक्य कहलाता है. ഇതിൽ വാക്യം എന്നാലെന്നുള്ള ഡെഫിനിഷനാണ് കൊടുത്തിരിക്കുന്നത്. എന്താണ്? ഭാവോं को व्यक्त करने की दृष्टि से നമ്മുടെ ആശയങ്ങളെ, ഭാവങ്ങളെ വ്യക്തമാക്കുക എന്നുള്ള കാഴ്ചപ്പാടോടുകൂടി നോക്കിയാൽ ശബ്ദോं का वह समूह കുറേ വാക്കുകളുടെ സമൂഹം, ജോ അപ്പനെ ആപ്പുമേം പൂർണ്ണ ഹെ അത് പൂർണ്ണമായിരിക്കണം, അങ്ങനെയുള്ളതിനെയാണ് പറയുക വാക്യമെന്ന് പറയുക. നമ്മുടെ ഭാവങ്ങൾ പ്രകടിപ്പിക്കാൻ വേണ്ടി പൂർണ്ണതയുള്ള വാക്കുകളുടെ സമൂഹത്തെയാണ് വാക്യമെന്ന് പറയുക. दूसरे शब्दों में कहें तो कुछ निश्चित व्यवस्था के अंतर्गत कुछ रूपिम एक दूसरे से मिलकर अथवा एक के बाद दूसरा प्रस्तुत होकर पूर्ण अर्थ को द्योतित करते हैं तो उन रूपिमों के समूह को वाक्य कहा जाता है. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ചില നിശ്ചിത വ്യവസ്ഥ വെച്ചുകൊണ്ട്, ചില നിശ്ചിത വ്യവസ്ഥിതിയിലൂടെ കുച്ച് രൂപിം ചില രൂപങ്ങൾ, നമ്മൾ രൂപിം നേരത്തെ പഠിച്ചതാണ്, അത് ഏക് ദൂസരേ സെ മിൽക്കർ ഒന്നും മറ്റൊന്നിനോട് ചേർന്നുകൊണ്ട്, അഥവാ ഏക് കെ ബാദ് ദൂസര പ്രസ്തുത ഹോക്കർ ഒന്നിന് ശേഷം മറ്റൊന്ന് പ്രസൻറ്റ് ചെയ്തുകൊണ്ട്, പൂർണ്ണ അർത്ഥക്കോ ദ്യോതിത് കർത്തേ ഹെ പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തെ പ്രകടമാക്കുന്നു, ഉൻ രൂപിമോ കെ സമൂഹക്കോ ആ അത്തരത്തിലുള്ള വാക്യശകലങ്ങളുടെ സമൂഹത്തെയാണ് ശബ്ദശകലങ്ങളുടെ സമൂഹത്തെയാണ് വാക്യമെന്ന് പറയുക. ചില പ്രത്യേക നിശ്ചിതമായിട്ടുള്ള വ്യവസ്ഥയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ചില ശബ്ദശകലങ്ങൾ പരസ്പരം ചേർത്ത് അല്ലെങ്കിൽ ഒന്നിനു ശേഷം മറ്റൊരു ശബ്ദശകലത്തെ പ്രസൻറ്റ് ചെയ്തുകൊണ്ട് പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തെ നമുക്ക് നൽകുന്ന, ധ്വനിപ്പിക്കുന്ന, പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തെ ബോധ്യം ഉണ്ടാക്കുന്ന ആ വാക്കുകളുടെ ശകലത്തെയാണ്, ആ കൂട്ടത്തെയാണ് പറയുക വാക്യമെന്ന് പറയുക. ഏക പൂർണ്ണ വിചാർ വ്യക്ത് കർണേ വാല ശബ്ദ സമൂഹക്കോ ഹം വാക്യ കഹത്തെ ഹെ. സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു പൂർണ്ണമായിട്ടുള്ള ആശയത്തെ വ്യക്തമാക്കാനുള്ള
ശബ്ദസമൂഹത്തെയാണ് വാക്യമെന്ന് പറയുക. വാക്ക് സാർത്ഥക ധ്വനി സമുദായി, വീണ്ടും അതിന് ഒരു ഡെഫിനിഷൻ കൊടുക്കുകയാണ്. അർത്ഥമുള്ള ധ്വനികളുടെ കൂട്ടം, അർത്ഥമുള്ള ധ്വനികളായിരിക്കണം, ആ ധ്വനികളുടെ ഒരു കൂട്ടം. ജോ പൂരേ ഭാവ് കി തുലനാമേ അപൂർണ്ണ ഹോത്തെ ഹുയേ ഭി, ചിലപ്പോൾ അത് പൂർണ്ണമായിട്ടുള്ള ഭാവവുമായിട്ട് പൂർണ്ണമായിട്ടുള്ള ആശയവുമായിട്ട് താരതമ്യം ചെയ്ത് കൊടുത്താൽ ചിലപ്പോൾ അത്ര പൂർണ്ണത ഉണ്ടാവണമെന്നുമില്ല. അപ്പനെ ആപ്പുമേയും പൂർണ്ണ ഹോ, പക്ഷേ അത്രയും പറയുന്നതിൽ പൂർണ്ണത ഉണ്ടാവും. ചിലപ്പോൾ കംപ്ലീറ്റ് വായിച്ചാലേ, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ വാക്യം കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ആശയം കിട്ടുള്ളൂ. പക്ഷെ ആ ഉള്ളതിൽ എന്ത് ചെയ്യും, ഒരാശയം പൂർണ്ണമായിട്ടിരിക്കും. തഥാ ഉസ്മേം പ്രത്യക്ഷ യാ പരോക്ഷ രൂപസേ ക്രിയാ കാ ഭാവ് ഹോ, അതിൽ പ്രത്യക്ഷമായോ പരോക്ഷമായോ ക്രിയയുടെ ഒരു ഭാവവും ഉണ്ടാകണം. അതിനെയാണ് വാക്യമെന്ന് പറയുക. വാക്യഭാഷാക്കി പ്രമുഖ ഇക്കായി ഹെ, ഭാഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂണിറ്റാണ് വാക്യം. ക്യോങ്കി ഭാഷാ കാ പ്രयोग അഭിവ്യക്തി യാ അർത്ഥ പ്രേഷൻ കെ ലിയെ ഹോത്താ ഹെ. ഭാഷ നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒന്നുകിൽ നമ്മുടെ ആശയങ്ങളെ പ്രകടിപ്പിക്കുക, അല്ലെങ്കിൽ അർത്ഥങ്ങളെ സംപ്രേഷണം ചെയ്യുക. അർത്ഥം, എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളുടെ അർത്ഥം മറ്റൊരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഭാഷ ഉപയോഗിക്കുക. യഹ് അർത്ഥപ്രേഷൻ യാ അഭിവ്യക്തി വാക്യ കെ ആധാർ പർ ഹി സംഭവ് ഹെ. നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങളുടെ അർത്ഥം അത് മറ്റുള്ളവർക്ക് കൊടുക്കണം. അതുപോലെ ആശയങ്ങളെ, നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങളെ മറ്റുള്ളവരുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യണം. അത് നമുക്ക് വാക്യത്തിലൂടെ മാത്രമേ പറ്റുള്ളൂ. വാക്യവിജ്ഞാൻ മേ ഭാഷാ കി ഇസ് മൂലഭൂത ഇക്കായി കാ അധ്യയൻ കർത്തേ ഹെ. ഈ വാക്യവിജ്ഞാനിൽ ഭാഷയുടെ ഈ ബേസിക്കലായിട്ടുള്ള യൂണിറ്റിനെ പറ്റി പഠനം നടത്തുന്നു. इसके अंतर्गत किसी भाषा के वाक्यों का अध्ययन किया जाता है. അപ്പോൾ ഇതിലൂടെ ഈ വാക്യവിജ്ഞാനിൽ ഏതെങ്കിലും ഭാഷയിലുള്ള വാക്യങ്ങളെ പറ്റിയുള്ള പഠനമാണ് നടക്കുന്നത്. ഇസ്മേ വാക്യക്കെ ഘടൻ, ഈ വാക്യവിജ്ഞാനിൽ എന്തൊക്കെ വരും? വാക്യങ്ങളുടെ ഘടന, വാക്യക്കെ പ്രകാർ, വാക്യങ്ങൾ എത്ര എണ്ണം ഉണ്ട്, അല്ലെങ്കിൽ ഏതെല്ലാം ടൈപ്പ് വാക്യങ്ങളാണ്. അവർ വാക്യമേ ശബ്ദക്രം, വാക്കുകളിൽ എങ്ങനെയാണ് വാക്കുകളെ ക്രമപ്പെടുത്തുക. ആദി പർ വിചാർ കിയ ജാത്ത ഹെ, ഇതിനെപ്പറ്റിയാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. इसके अलावा वाक्य की परिभाषा किसी विशिष्ट भाषा में या सामान्य रूप में भाषाओं में वाक्य गठन के अन्वयी पदक्रम, पदलोभ, पदबंध रचना तथा उपवाक्य रचना आदि विषयक नियमों, वाक्यों का रचना और अर्थ के आधार पर वर्गीकरण, वाक्य रचना में परिवर्तन की दिशाएं ആദി കാ അധ്യയൻ ഹോത്താ ഹെ. അപ്പോൾ ഇതിൽ പിന്നെ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്? വാക്യം എന്നാൽ എന്ത്? ഏതെങ്കിലും കിസി വിശിഷ്ട ഭാഷാമേയും, ഏതെങ്കിലും ഒരു പ്രത്യേക ഭാഷയിൽ, അല്ലെങ്കിൽ സാമാന്യ രൂപമേയും, അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഭാഷ രൂപത്തിൽ, ഭാഷാവുമേ വാക്യഘടൻ കെ അന്വയ്, ഭാഷയിൽ എങ്ങനെ വാക്യങ്ങളെ ക്രമമായിട്ട് കൂട്ടിയോജിപ്പിക്കും. ഘടൻ എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുക. വാക്യഘടനയുടെ അന്വയം. പദക്രം, വാക്കുകൾ എങ്ങനെ ചിട്ടയായിട്ട് വയ്ക്കണം. പദലോപ്, ചിലയിടത്ത് നമുക്ക് ചില വാക്കുകൾ ഉപയോഗിച്ചില്ലെങ്കിലും ആശയം കിട്ടും. പദബന്ധ്, പദങ്ങളെ കണക്ട് ചെയ്ത് വയ്ക്കുക. രചന തഥാ ഉപവാക്യ രചന, പദബന്ധ് രചന, പദങ്ങളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള രചനകളും ഉപവാക്യ രചനകളും ഒക്കെ വിഷയക്ക് നിയമം തുടങ്ങിയവയെ പറ്റിയുള്ള നിയമങ്ങൾ, വാക്യങ്ങളെ രചന അർത്ഥക്കെ ആധാർ പർ വർഗീകരൺ, രചന, അർത്ഥം ഇതിനെ ആസ്പദമാക്കിയിട്ടുള്ള ക്ലാസിഫിക്കേഷൻ, വാക്യരചനാമയും പരിവർത്തൻ കി ദിശായും, വാക്യരചനയിൽ ചില മാറ്റങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാറുണ്ട്. ഇതൊക്കെയാണ് വാക്യവിജ്ഞാനിൽ നമ്മൾ പഠിക്കുക. അടുത്തത് वाक्य की परिभाषा देकर वाक्य रचना के प्रकार के आधार पर वाक्यों के भेदों का परिचय दीजिए. वाक्य की परिभाഷ മുകളിൽ വന്നതാണ്. അത് നൽകിയിട്ട് വാക്യരചന എത്ര തരത്തിലുണ്ട് അതിനെപ്പറ്റി
വിശദീകരിച്ചുണ്ട് വാക്യങ്ങളുടെ തരംതിരിവ്, വാക്യങ്ങൾ ഏതെല്ലാം തരത്തിൽ തരംതിരിച്ച് വെച്ചിട്ടുണ്ട് എന്ന്. फर्स्ट पैराग्राफ ऐसे फर्स्ट എന്ന് കൊടുത്തിട്ടുണ്ട്. वाक्यरचना के प्रकार के आधार पर വാക്യ 4 तरह के होते हैं. 4 തരത്തിലുള്ള വാക്യങ്ങളാണ്. അത് ഇവിടെ 2024 ആഗസ്റ്റിൽ ചോദിച്ചിട്ടുള്ളതാണ്. अयोगात्मक, प्रश्लिष्ट योगात्मक, श्लिष्ट योगात्मक और अश्लिष्ट योगात्मक. നോക്കട്ടെ, വലിയ എസ്സേയാണെന്ന് നോക്കട്ടെ. നമുക്കത് അടുത്തത് പിന്നെ അതിലോട്ട് നോക്കാം. നമുക്ക് അടുത്ത എസ്സേയിലേക്ക് പോവാം. അത് കേട്ടോ, മതി, ഇതുവരെ മതി.